ഒരു സാധാരണക്കാരന് പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഹലോ എവരിവൺ, എൻട്രിഫിൻ അക്കാദമിയുടെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നെഗറ്റീവായിട്ട് പറഞ്ഞതാണ് പണത്തിൻ്റെ മേലെ ഒന്നും നടക്കില്ല എന്നല്ല. പണത്തിന് മേലെ പലതും നടക്കും. ഞാനെപ്പോഴും ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ പോലും ഞാനൊന്ന് മിനിമം റേഷ്യോ നോക്കും, എൻ്റെ സാലറി വെസേഴ്സ് ഞാൻ ചെയ്യണത് എത്രയുണ്ടെന്നുള്ളത്. ശരിക്കും എത്രത്തോളം പണം വേണം നമ്മുടെ കയ്യിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി? അറ്റ്ലീസ്റ്റ് 10% ഇൻവെസ്റ്റ് ചെയ്യും, 10% വാണ്ടിന് വയ്ക്കും, 80% ചിലവ് കൊടുത്തു. ഞാനിപ്പോൾ ചില ആൾക്കാർ 100% ലോണുള്ള ആൾക്കാർ കാണാറുണ്ട്. എന്നിട്ട് അവർ ബാക്കിയുള്ള പൈസ ഫ്രീലാൻസ് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ജീവിക്കണം. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. 15,000 കിട്ടിയവൻ സുഖമായിട്ട് ജീവിക്കും, പക്ഷേ 2 ലക്ഷം കിട്ടിയവൻ അത്ര സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല, കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. എന്ത് മാറ്റം കൊണ്ടുവന്നാലാണ് നമുക്ക് ഈ ഒരു പൈസയെ കുറിച്ച് സേവ് ചെയ്യാനൊക്കെ? ഇന്ന് നമ്മുടെ കൂടെയുള്ള വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് പെൻഡാഡ് സെക്യൂരിറ്റീസിൻ്റെ സിഒയും പേഴ്സണൽ ഫിനാൻസ് എക്സ്പേർട്ടുമായ നിഖിൽ സാറാണ്. നിഖിൽ ഗോപാലകൃഷ്ണൻ സാർ, വെൽക്കം സാർ. താങ്ക് യു. നമസ്കാരം. ഓക്കെ സാർ, എനിക്ക് ആദ്യം തന്നെ സാറോട് ചോദിക്കാനുള്ളത്, പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടതാണ് പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് ആക്ച്വലി അങ്ങനെ പറയുന്നത്? അഖിലിൻ്റെ ചോദ്യം നന്നായിട്ടുണ്ട്. ഇതിൽ പണത്തിന് വില പരുന്തും പറക്കില്ല എന്ന് വെച്ചാൽ സത്യം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും ഒട്ടുമിക്കല്ല എന്ത് കാര്യം ചെയ്യണമെങ്കിലും ശരിക്കും പറഞ്ഞാൽ പൈസ ആവശ്യം ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും പറയും ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റി നടത്തണമെന്നുണ്ടെങ്കിൽ പൈസയുടെ ആവശ്യമില്ല, പൈസ വരും എന്ന് പറയും. പക്ഷേ സംബഡി ഹാസ് ടു ബ്രിങ് ഇൻ ദറ്റ് മണി. അങ്ങനെയാണെങ്കിൽ മാത്രമേ പലപ്പോഴും നടക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം ആയിക്കോട്ടെ, ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആവാം, ഈവൻ നമുക്ക് ഫാമിലിയിൽ നിന്നൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകണമെങ്കിലും എന്തിനും ശരിക്കും പറഞ്ഞാൽ പണത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു പലപ്പോഴും അതൊരു പോസിറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബ്രില്യൻറ്റ്. ആവശ്യത്തിന് നമുക്ക് പൈസ ഉണ്ടാവണം, ആ ഒരു ടൂൾ വേണം. ആ ടൂൾ ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വെള്ളം എടുത്ത് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വേണമല്ലോ. അങ്ങനെയാണ് കാര്യങ്ങൾ നടത്താനായിട്ട് നമുക്ക് പണം ആവശ്യമുണ്ട്. അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ട് ഇത് കഴിഞ്ഞാൽ ഇത് ആവശ്യമുള്ള സാധനം ഉണ്ടായിരിക്കണം, അത് വെച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. അപ്പോൾ ചില ടൈമിൽ ഒരു ഇത്തിരി നെഗറ്റീവായിട്ട് പറഞ്ഞതാണ് പണത്തിൻ്റെ മേലെ ഒന്നും നടക്കില്ല എന്നല്ല. പണത്തിന് മേലെ പലതും നടക്കും. കാരണം നമുക്ക് ചില ടൈമിൽ പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു വില്ലിങ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. ഇപ്പോൾ മഞ്ഞുമൽ വോയിസ് എന്ന് പറഞ്ഞ സിനിമയിൽ പെട്ടെന്ന് ഓർമ്മ വന്നില്ല, അതിൽ പയ്യൻ ഗുഹയിലേക്ക് പോകുമല്ലോ. അപ്പോൾ പോലീസുകാരൊക്കെ പേടിച്ചിട്ട് മാറി നിൽക്കും. അപ്പോൾ അവരുടെ ഫ്രണ്ട് സോബിം എന്ന് പറയും ഞങ്ങൾ ചെയ്യാമെന്ന് പറയും. അപ്പോൾ പോലീസുകാരോട് നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറയും. അപ്പോൾ അയാളോട് വേറെ അവിടെ നിൽക്കുന്ന ഒരാൾ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ജോലിയാണ് ചെയ്യണമെന്ന്. ഇവരുടെ ഫ്രണ്ടിനെ സഹായിക്കാൻ നിൽക്കുന്നതാണ്. അവിടെ പണത്തേക്കാൾ ഉപരി ആ സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് ആവശ്യമുള്ളത്. പക്ഷേ ആ എൻ്റെ ആക്ടിവിറ്റിയിൽ അവരുടെ ടൂർ പോകാനായിട്ട് പണം ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണത്തിന് മേലെ പലതും നടക്കും. പക്ഷേ അതും പറഞ്ഞിട്ട് പണത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇസ് വെരി റിലവൻറ്റ്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് സെൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിന് പണത്തിന് പണത്തിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പറഞ്ഞിട്ട് പണമല്ല എല്ലാം. അപ്പോൾ പണം എന്ന് പറഞ്ഞ സാധനം സിമ്പിളായിട്ട് എല്ലാവരും പറയുമല്ലോ, ഇതൊരു ടൂൾ മാത്രമാണ് ഈ സാധനം. അപ്പോൾ ശരിക്കും എത്രത്തോളം പണം വേണം നമ്മുടെ കയ്യിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്? അത് ഓരോരുത്തരും ആവശ്യങ്ങളല്ലേ, ഓരോരുത്തരും. ഇപ്പോൾ ഞാൻ ഇപ്പം അടുത്ത് നിഖിൽ കമ്മത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ ആദിത്യ ബിർള വന്ന് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിൽ ആളോട് ചോദിക്കേണ്ട 1 കോടി രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപ എന്ത് ബിസിനസ് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആളോട് 1 കോടിക്ക് എന്ത് ചെയ്യാനാ, എന്നിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു 100 കോടിക്ക് എന്ത് ചെയ്യാനാന്ന് ആൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തായി പറയണത്. കാരണം നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 1 കോടിക്ക് തന്നെ നമ്മൾ ചെയ്യാനുള്ള ബിസിനസ് ഇഷ്ടമാതിരി നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആദിത്യപുരമുള്ള അദ്ദേഹം ഉപയോഗിച്ചതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആൾ എന്ത് ബിസിനസ് ചെയ്യണമെങ്കിലും ഓൾ ഇന്ത്യ ലെവൽ അല്ലെങ്കിൽ ഗ്ലോബലായിട്ട് ചെയ്യണം എന്നുള്ള ബിസിനസ് എൻ്റെ ഐഡിയയിൽ ആളെല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതിന് 100 കോടി പോരാ. പക്ഷെ നമ്മളിവിടെ കാണുന്നത് എറണാകുളത്ത് മാത്രം നിൽക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ എറണാകുളത്തെ ഒരു പാലാരിവട്ടത്ത് മാത്രം നിൽക്കാനുള്ള ബിസിനസ്സാണ് നമ്മൾ കാണുന്നത് ചിലപ്പോൾ. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കൊരു കോടിയ ഇവൻ 50 ലക്ഷം 10 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെ സ്കോപ്പ് വലുതാണ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ കാണണമെങ്കിൽ ചില ടൈമിൽ ഞാൻ പേഴ്സണൽ ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഓഫീസിൽ വരുന്ന ആളുകളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ എടുക്കുന്ന ടൈമിൽ മന്ത്ലി ചിലവ് ചില ആൾക്കാർക്കൊക്കെ 15,000 രൂപ ഉള്ളൂ.
10,000 അവർക്ക് 15,000 മതി സുഭിക്ഷമായിട്ട് ജീവിക്കുക. ചില ആൾക്കാർക്ക് 30,000 ഉള്ളൂ, ചില ആൾക്കാർക്ക് 2 ലക്ഷമായിട്ട് ജീവിക്കാൻ പറ്റണില്ല. അതെ, അതെന്തുകൊണ്ടാണ് ആക്ച്വലി? അത് ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ വ്യത്യാസമല്ലേ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരോട് പറയും, ഇപ്പോൾ ഒരാൾക്ക് ഡ്രസ്സ്, ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതെൻ്റെ കംഫർട്ടാണ്. ചിലപ്പോൾ ഈ ഡ്രസ്സ് ചില ആൾക്കാർക്ക് ലക്ഷറി ആയിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ഉണ്ട്, അതെന്നെ സംബന്ധിച്ച് എനിക്ക് ലക്ഷറിയാണ്. പക്ഷേ ചില ആൾക്കാർക്ക് അത് നോർമലായിരിക്കും, അത് ഇട്ടില്ലെങ്കിൽ അവർക്ക് ഡിസ്കംഫർട്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ നല്ല ജോലിയിലൊക്കെ ഇരുന്നിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ എസ്പെഷ്യലി NRIs ഒക്കെ നമ്മുടെ അടുത്ത് പേഴ്സണൽ ഫിനാൻസിനൊക്കെ വരുന്ന സമയത്ത് അവരോട് മന്ത്ലി എക്സ്പെൻസ് റിട്ടയർമെൻറ്റിന് ശേഷം എത്ര വേണമെന്ന് ചോദിക്കുമ്പോൾ ഇവർക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവർ പറയും എൻ്റെ നാട് ഇപ്പോൾ പത്തനംതിട്ടയിലൊരു ഗ്രാമപ്രദേശത്താണ്, എനിക്ക് ചിലപ്പോൾ ഒരു മാസം ഒരു 10,000 രൂപ മതി എന്നൊക്കെ പറയും. അവർ പണ്ട് ജീവിച്ചിരുന്ന സെറ്റപ്പിലാണ് പറയണത്. അപ്പോൾ ഇവരിപ്പോൾ ഒരു സെർട്ടൻ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. അവർക്ക് ചിലപ്പോൾ മാസം ഒരു 10 ലക്ഷം രൂപയ്ക്കും ഇപ്പോൾ ഈ ഏതെങ്കിലും എബ്രോഡ് ശമ്പളം, അതിലവരൊരു അവിടുത്തെ ഒരു ചിലവിനനുസരിച്ച് 5 ലക്ഷം രൂപയ്ക്ക് ജീവിക്കുന്നുണ്ടാവും. അത് അവരുടെ നോർമൽ ലൈഫാണത്. അവർക്കിനി ഗ്രാമപ്രദേശത്ത് പോയി ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു സെർട്ടൻ ലെവൽ ഓഫ് ലൈഫ് സ്റ്റൈൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. ഇപ്പോൾ അവർക്ക് നാട്ടിൽ വരുമ്പോൾ ഒരു മാന്യമായിട്ടൊരു കാർ വേണം, മിനിമം ഒരു ഇന്നോവ പോലത്തെ ഒരു കാർ വേണം. അപ്പോൾ അതിലൊരു അത്യാവശ്യം ഒരു പെട്രോൾ അടിക്കണം. അവർ ഭക്ഷണം കഴിക്കണത് അങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ അവർക്ക് 10,000 ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരെയും ജീവിത സാഹചര്യം കൊണ്ട് ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് സെറ്റാണ്, അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷൻ മൊത്തം പോകും. അപ്പോൾ ഇത് പിന്നെ ഓരോ ടൈം കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജീവിത ക്വാളിറ്റികളും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് സെർട്ടൺ ലെവൽ ഓഫ് ഇതിൽ പോകുന്ന ടൈമിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർ ലൈഫൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കും, അവരുടെ ബഡ്ജറ്റ് കറക്റ്റ് ആയിരിക്കും, അവരധികം ചിലവാക്കില്ല, ഒന്നും ആവില്ല. ഒരു സെർട്ടൺ ലെവൽ കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ ചിലപ്പോൾ നല്ല പ്രോഫിറ്റിൽ നിൽക്കുന്ന ടൈമിൽ അവരുടെ ലൈഫൊന്ന് പെട്ടെന്നൊന്ന് കൂടും. അത് അടുത്ത സെഗ്മെൻറ്റിലേക്കാണ് അവർ പോണത്. ആ സമയത്ത് ചിലപ്പോൾ ഇത് ജീവിക്കാനായിട്ട് അവർക്ക് ഈ കൂടാന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ, ആൾ നന്നായിട്ട് ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് ആൾക്ക് അത്യാവശ്യം ബിസിയൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ ആൾക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നതിൻ്റെ കാര്യം വെച്ചാൽ ചിലപ്പോൾ യാത്രയിലും പുള്ളി വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഡ്രൈവറെ വേണ്ട വരും. അത് ശരിക്കും പറഞ്ഞാൽ അവിടെ അമിത ചിലവല്ല, ആളുടെ ഒരു ആവശ്യമായി മാറുന്നു. അപ്പോൾ അതിന് ആൾക്കാർ പിന്നെ ഒരു കാര്യം, ഒരു 5 കൊല്ലം ഡ്രൈവർ വെച്ച് ഓടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഫിനാൻഷ്യലി ഇത്തിരി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ ഡ്രൈവർ ഇല്ലാണ്ട് ആൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഇനി വീട്ടിൽ നമ്മൾ ചിലപ്പോൾ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹസ്ബൻഡിന് വൈഫിന് ജോലിയുള്ള ആളാണ്, അപ്പോൾ കുട്ടി ജനിച്ചു. അപ്പോൾ വീട്ടിൽ വേറൊരു ജോലിക്ക് ആളെ വയ്ക്കാമെന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കുട്ടികളെ നോക്കാനായിട്ട് വേറൊരു ചെയ്യാനായിട്ടൊരു നാനീനെ വയ്ക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി റിക്വയർമെൻറ്റ്. അപ്പോൾ ഇതെല്ലാനും നമുക്ക് ഇതൊന്നും അമിത ചിലവല്ല ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. ഈ ടൈമിൽ നമ്മുടെ ബിസിനസ് ഇത്തിരി ഡിമ്മാവുന്നു. ആ സമയത്ത് ചിലപ്പോൾ ഈ സൗകര്യം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ആ സമയത്ത് നമുക്ക് ഈ സൗകര്യങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ഇൻകം ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അവിടെയാണ് പല ആൾക്കാരും കടത്തിലേക്ക് പോണതും അല്ലെങ്കിൽ അവർക്ക് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടൊക്കെ ആയി പോണത്. ഓക്കെ. അപ്പം എല്ലാവരും സാറോട് ചോദിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്നാൽ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഈ കാര്യം പറഞ്ഞതുകൊണ്ടേ, സാർ ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാറ്? എൻ്റെ പേഴ്സണൽ ഫിനാൻസ് ഞാൻ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഞാൻ എപ്പോഴും വയ്ക്കാറുണ്ട്. അപ്പോൾ ചില ടൈമിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാൽക്കുലേഷൻ ചിലപ്പോൾ എൻ്റെ വൈഫിന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ചില ടൈമിൽ നമുക്ക് ഞാൻ ചിലത് കുറച്ച് തമാശയൊക്കെയായിട്ടൊക്കെ ഞാൻ പറയാം. ഇത് വെച്ചാൽ ഇപ്പോൾ എൻ്റെ രണ്ടാമത് മോൻ ജനിച്ചപ്പോൾ ഇപ്പോൾ 2 വയസ്സുള്ള മോനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യേണ്ടതാണ്. ഞങ്ങൾ പണ്ട് വീട്ടിൽ ഭക്ഷണം വയ്ക്കാൻ ആൾക്കാരുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭക്ഷണം വയ്ക്കാനൊക്കെ ആൾക്കാരുണ്ട്. കാരണം അത് നിവൃത്തിയില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വീട്ടിലത്തെ മല്ലിക ചേച്ചിയുണ്ട്, ആളാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹെൽപ്പ്. ശരിക്കും പറഞ്ഞാൽ കാലത്ത് ഞങ്ങളുടെ സമയം എല്ലാവരും ആളാണ് മാനേജ് ചെയ്യണത്.
അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും പറ്റണം. അപ്പോൾ ഇത് നിവൃത്തിയില്ല, ഇത് സംഭവിച്ചേ പറ്റൂ. അപ്പോൾ എനിക്കറിയില്ല ഇനി ഞാനപ്പോൾ അതനുസരിച്ച് എൻ്റെ ഈ മന്ത്ലി ബജറ്റ് അത് മാനേജ് ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അതിനേക്കാളും കൂടിയിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാനിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഓഫീസിൽ കറക്റ്റ് ടൈമിന് വരാൻ പറ്റില്ല. ഇതൊക്കെ എൻ്റെ ആവശ്യങ്ങളാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ എൻ്റെ ലൈഫിൽ നിന്ന് കൂടി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാറിതിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ സാറുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് കൂടെ ചോദിച്ചു. അല്ല, ഇത് ശരിക്കും ഇത് എൻ്റെ ലൈഫും എൻ്റെ ക്ലയൻസിൻ്റെ ലൈഫും തമ്മിൽ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലയൻറ്റിനോട് ആൾ ജോലിയൊക്കെ നിർത്തിയിട്ട് ആളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്. ആ സമയത്ത് ഞങ്ങൾ മന്തിൽ എത്ര ബഡ്ജറ്റ് വരും എന്ന് സംസാരിക്കുന്ന ടൈമിൽ അവർക്ക് ഒരു ഏകദേശം ഒരു 5 ലക്ഷത്തിന് മുകളിൽ വരും. ഇന്ത്യയിലാണ്. അപ്പോൾ 5 ലക്ഷത്തിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ കണ്ണിൽ ശരിക്കും പറഞ്ഞാൽ അമിത ചിലവാണ്. പക്ഷേ ആളെന്ന് പറഞ്ഞാൽ ആ പ്രൊഫൈലിലിരുന്ന മനുഷ്യനാണ്. അപ്പോൾ ആളുടെ വൈഫ് എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ ഇരുന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചത് ആവശ്യമാണ്. കാരണം അവർ ജീവിക്കുന്ന സൊസൈറ്റി അങ്ങനത്തെയാണ്, അവരുടെ ഫ്രണ്ട് സർക്കിൾ അങ്ങനത്തെയാണ്, അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത് നോർമലാണ്. അപ്പോൾ അത് അവരോട് എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ നാളെ തൊട്ട് അത് ചെയ്യരുന്നുള്ളത്? ഈവൻ ആ ആൾക്ക് വൈഫിനോട് പറയാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാർട്ടപ്പ് നടക്കില്ല എന്നുള്ളത്? പിന്നെ വൈഫ് അനുവദിക്കുമോ സ്റ്റാർട്ടപ്പ് തുറക്കാനായിട്ട്? അപ്പോൾ ഇത് എല്ലായിടത്തും ആവശ്യങ്ങൾ ഓരോരുത്തർക്കും വെവ്വേറെയാണ്. പിന്നെ അതിലും ചില സാധനങ്ങൾ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും ഓരോരോ സിറ്റുവേഷൻ. കാരണം ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ അത്രയും വെൽത്ത് ഉണ്ട്. അവർക്ക് ഈ നിങ്ങൾ 5 ലക്ഷത്തിന് പകരം നിങ്ങൾ 1 ലക്ഷത്തിന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ക്രൂരതയാണ്. അപ്പോൾ അത് പറ്റില്ല. അപ്പം പിന്നെ ചില അഫോർഡബിലിറ്റിക്ക് അപ്പുറത്തായി കഴിഞ്ഞാൽ അത് കുറയ്ക്കണം, അത്രയേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ എത്ര സാലറി കിട്ടി കഴിഞ്ഞാലും കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. ഇപ്പോൾ സാറ് ആദ്യം പറഞ്ഞു 15,000 കിട്ടിയവൻ സുഖമായിട്ട് ജീവിക്കും, പക്ഷേ 2 ലക്ഷം കിട്ടിയവൻ അത്ര സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല, കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനാണെങ്കിൽ 50,000 രൂപ കിട്ടിയ സമയത്ത് അവൻ കുറച്ച് പ്രശ്നത്തിലായിരുന്നു. പക്ഷെ ഒരു 60,000 70,000 ആയപ്പോഴും ആ പ്രശ്നം അവന് മാറുന്നില്ല, ആ പ്രശ്നം. അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ കൂട്ടുന്നുമുണ്ട്. ഇപ്പം ശമ്പളം കൂടുന്ന സമയത്ത് അവൻ EMI കൂട്ടുക, അങ്ങനെ കുറേ കാര്യങ്ങൾ കൂട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എന്ത് മാറ്റം കൊണ്ടുവന്നാലാണ് നമുക്ക് ഈ ഒരു പൈസേനെ കുറിച്ച് സേവ് ചെയ്യാനൊക്കെ? അല്ല, ഇതിൽ എല്ലാത്തിൻ്റെ അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മളെന്ത് ഇപ്പം 2 കാര്യമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ഇപ്പം എനിക്ക് അറിഞ്ഞൂടാ അത് പറയണത് ശരിയാണെന്നുള്ളത്. ഇപ്പോൾ ചില ആൾക്കാർ പറയും നായ സമുദ്രത്തിൽ പോയാൽ നാക്കി കുടിക്കുന്നുള്ളൂ, അത് പാടില്ല. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വളരെ കുറച്ചെളുപ്പം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിനപ്പുറത്ത് ജീവിക്കാനും പാടില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോഴൊന്നും എനിക്ക് പറ്റാറൊന്നുമില്ല ചിലപ്പോൾ, കാരണം എൻ്റെ ഫാമിലിയും മക്കളും ഇവരൊക്കെ ആകുമ്പോൾ അത് പറ്റുന്നില്ല. പക്ഷേ എന്നാലും ഞാനെപ്പോഴും ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ പോലും ഞാനൊന്ന് മിനിമം റേഷ്യോ നോക്കും, എൻ്റെ സാലറി വെസേഴ്സ് ഞാൻ ചെയ്യണത് എത്രയുണ്ടെന്നുള്ളത്. പക്ഷേ ഇതൊന്നും നമുക്കൊരു കുട്ടികളൊക്കെ ആകുമ്പോൾ അത് പറ്റുമെന്നില്ല. അപ്പം ഞാൻ എൻ്റെ ക്ലയൻസിനോടും എന്നോട് സീരിയസ് ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, എൻ്റെ ചിലവ് കൂട്ടണമെന്ന് ചോദിക്കണം. ഞാനിതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കി, എന്നിട്ട് നമ്മുടെ ഇൻകോയിട്ട് എത്രയാണ് നമ്മൾ ചിലവ് പോണത്, ആ റേഷ്യോ എത്രയാണ്. അപ്പോൾ അതൊക്കെ സീരിയസ് ആയ ആൾക്കാരോട് ഞാനത് പറയും. ഇപ്പോൾ എന്നോട് ഇപ്പം ചില ആൾക്കാരൊക്കെ എന്നോട് പറയും എനിക്ക് കുറേ കാശിട്ടൊക്കെ എല്ലാം പോകണമെന്ന് പറയും. അപ്പം ഞാൻ ഇവരോട് ചോദിക്കും നിങ്ങൾ സീരിയസ് ആണെന്ന് ചോദിക്കും. അപ്പോൾ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ ഒന്നേ പറയാനുള്ളൂ, ഒരു നോട്ട്ബുക്ക് ഇന്ന് തന്നെ വാങ്ങും. എന്നിട്ട് അതിൽ നിങ്ങൾ, ഞാനിത് എല്ലായിടത്തും പറഞ്ഞതാണ്, എനിക്ക് അതിനേക്കാളും കൂട്ടി മരുന്ന് വേറെ ഒന്നുമില്ല, ഡേറ്റ് ഇട്, എന്നിട്ട് ഓരോ ഡേറ്റിലും സാധനങ്ങൾ ചോദിക്കുക, എന്നിട്ട് ഈ സാധനം വാങ്ങിയ പൈസ നീഡാണോ വാണ്ടാണോ തരം തിരിച്ചെഴുത്. എന്നിട്ട് എല്ലാ ആഴ്ചയിലും നോക്ക് എത്ര രൂപ നിങ്ങൾ നീഡിന് ഉപയോഗിക്കേണ്ടത്, എത്ര രൂപ വാണ്ടിന് ഉപയോഗിക്കണം എന്നുള്ളത്. ഈ നീഡും വാണ്ട് നമ്മളാണ് തീരുമാനിക്കണത്. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ നീഡ് ചില ആൾക്കാർക്ക് വാണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും വ്യത്യാസമാണ്. അപ്പോൾ അതിൽ നമുക്കൊരു റെസ്ട്രിക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിത് ചെയ്യാന്നുള്ളത്. നമുക്കൊരു ഫിനാൻഷ്യൽ റൂൾ ഉണ്ടല്ലോ, 50-30-20 റൂൾ ഉണ്ടല്ലോ. ആ റൂള് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവർക്കും പലർക്കും, പക്ഷേ അത് ഫോളോ ചെയ്യാൻ പറ്റാറില്ല, താളം തെറ്റി കിടക്കുമായിരിക്കും. അതിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അത് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് പലർക്കും അറിയുന്നില്ല.
അല്ല ഇപ്പോൾ ഈ ചോദിച്ചതിലാണ് അഖിൽ ചോദിച്ചതിലാണ് ഒരാൾക്ക് ശമ്പളം കിട്ടണമെങ്കിൽ 50% നമ്മൾ ചിലവിന് ഉപയോഗിക്കുക, 30% അതെ നമ്മുടെ വാണ്ടിന് ഉപയോഗിക്കുക, അതെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഉപയോഗിക്കുക, 20% ഇൻവെസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ പറയണത്. അതെ അതെ അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്നും പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾക്കിപ്പോൾ 100% എന്താ പറയുക നമ്മുടെ ചിലവിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫസ്റ്റ് തന്നെ ഇത്തിരിച്ച് കുറയ്ക്കും. അറ്റ്ലീസ്റ്റ് 10% ഇൻവെസ്റ്റ് ചെയ്യും, 10% വാണ്ടിന് വയ്ക്കി, 80% ചിലവ് അത് ഫസ്റ്റ് അങ്ങനെ കുറയ്ക്കാം. അങ്ങനെയാണ് പതുക്കെ കുറച്ചിട്ട് ഇതിലേക്ക് എത്തുള്ളൂ. ഇപ്പോൾ ഒരു 80% EMI പോവുകയാണെന്നുണ്ടെങ്കിലോ 80% GMI വയ്ക്കുകയാണെങ്കിൽ അത് അതേ തെറ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ ഇതിൽ പലപ്പോഴും എന്നോട് ഇപ്പോൾ ചോദിക്കണമെങ്കിൽ ഓൾറെഡി പ്രശ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കുറയ്ക്കാന്നേ ഉള്ളൂ. ഇതിന് മുന്നാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ചില ആൾക്കാർ 100% ലോണുള്ള ആൾക്കാരെ കാണാറുണ്ട്. എന്നിട്ട് അവർ ബാക്കിയുള്ള പൈസ ഫ്രീലാൻസായിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ജീവിക്കണം. അതൊക്കെ ഭയങ്കര പ്രശ്നമോ. ഇപ്പോൾ അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഓട്ടോ ചേട്ടനെ കണ്ട്, ഞങ്ങളിങ്ങനെ സംസാരിക്കണം. അപ്പോൾ ആൾ വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ ആളിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ പറയുന്നു, അപ്പോൾ ഞാൻ എങ്ങനെ ചേട്ടാ ജീവിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഓട്ടോ ഓടിച്ചിട്ടൊന്നും എത്തുന്നില്ല. അപ്പോൾ ആൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഓട്ടോ ഓടിച്ചിട്ട് മാത്രം പുള്ളിക്ക് EMI അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആൾ ചെയ്ത കാര്യം വെച്ചാൽ ഇത്ര നേരം ആൾ ഓട്ടോ ഓടിക്കും, എന്നിട്ട് പിന്നെ ആൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിൽക്കും. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിൽക്കുമ്പോൾ ഫുഡും താമസവും അത് ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ആൾ ഏകദേശം ഒരു എന്താ പറയുക ഒരു 16 തുടങ്ങിയിട്ട് 18 മണിക്കൂർ വരെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്ര അധികം നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങളെന്തിനാണ് ജീവിക്കണത്? കാരണം നിങ്ങൾ പണിയെടുക്കാൻ വേണ്ടി മാത്രം ജീവിക്കല്ലേ. ആൾ പറഞ്ഞു എൻ്റെ ലോണും ഇതൊക്കെ ആയിട്ട് ഞാൻ പെട്ടിരിക്കുകയാണ്, എനിക്ക് ഇതല്ലാണ്ട് നിവൃത്തിയില്ല എന്നുള്ളത്. അപ്പോൾ അതിലൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം നമ്മൾ. കാരണം ഇതിൽ നിന്ന് പതുക്കെ കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ചും കൂടി മൈൻഡ്ഫുൾ ആവാം. എന്തൊക്കെയാണ് ചെയ്യണത്, ഏതൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട്. ഇപ്പോൾ കടത്തിലൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും കടം നമുക്കെടുത്ത് സാധനം വിറ്റ് അവസാനിപ്പിക്കാൻ പറ്റും. ഫസ്റ്റത്തെ കാര്യം മലയാളികളുടെ കടം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്കലും ഒരു ഗോൾഡ് ലോൺ ഉണ്ടാവും. ആ ഗോൾഡ് എടുത്ത് വിൽക്കുന്നത്, എന്നിട്ട് ആ കട തീർക്ക്. അപ്പോൾ ആ പ്രശ്നം തീർന്നില്ലേ. അതെ അതെ. പിന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ കുറേ കടങ്ങൾ ചിലപ്പോൾ ചെറിയ കടങ്ങളുണ്ടാവും. അപ്പോൾ പൈസ ഇട്ടുമ്പോൾ ആദ്യം തന്നെ ആ ചെറിയ കടകൾ മൊത്തം തീർക്കുക. അപ്പോൾ നമുക്കൊരു ചില ആൾക്കാർക്ക് 10 കട ഉണ്ടാവും. അതിൽ ഈ ചെറിയ കടയ്ക്ക് 6 കടവും. ആ കടം ചില ആൾക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കടം തീർക്കാൻ ആദ്യം നോക്കും. അത് നോക്കണ്ട, ഈ 6 കട ഒറ്റയടിക്ക് തീർക്കുക. അപ്പം 10 കടം എന്ന് പറഞ്ഞാൽ 4 കടയും മനസ്സമാനം പിന്നെയും കൂടി. പിന്നെ അടുത്ത കാശ് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അടുത്ത് തീർക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് തീർക്കുക. അപ്പോൾ ഇങ്ങനൊന്നും ഇത് പലപ്പോഴും കടമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് കാണുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ്. അത് കാണുമ്പോൾ നമുക്ക് ചിലവ് കുറയ്ക്കാൻ തോന്നും, ഇൻകം കൂട്ടാൻ തോന്നും. ഈവൻ ഞാൻ ഇപ്പോൾ കടത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ മണി ടോക്സിൻ്റെ ആപ്പ് ഉണ്ട്. അതിൽ ഞാൻ എങ്ങനെ ഹൗ ടു ബി ഡെറ്റ് ഫ്രീ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് സംസാരിക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ ഒരാളോട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ എനിക്കത് സംസാരിക്കാനുള്ള സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാനിത് ഒരു കോഴ്സായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു എക്സൽ ഷീറ്റ് ഉണ്ട്. അത് ഫില്ല് ചെയ്താൽ ഇതിൻ്റെ എല്ലാ ആൻസറും ഉണ്ട്. ഇത് കാരണം എനിക്ക് അതിനേക്കാളും കൂട്ടി പറയാനില്ല. ഞാനിപ്പോൾ ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ അതാണ്. ഇപ്പോൾ എനിക്ക് ഒരു ദിവസം ഇതൊന്നും ഇനി ഞാൻ വിളിച്ച ആൾക്കാർ കേൾക്കണമെങ്കിൽ വിഷമമൊന്നും വിചാരിക്കണ്ട, ഞാൻ സന്തോഷമുള്ളൂ. ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്നെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുക. അപ്പോൾ 10 മണിയായി. അപ്പോൾ എന്നോട് മോള് പറഞ്ഞു എൻ്റെ ഒന്ന് പുറത്ത് റൈഡിന് കൊണ്ടുപോകുന്നു വെച്ചാൽ. അപ്പോൾ ഞങ്ങൾ പുറത്ത് റൈഡിന് പോകുമ്പോൾ അപ്പോൾ തന്നെ ഫോൺ വന്നു 10:30 രാത്രി. ആ ടൈമിൽ ഒരു കട ഉണ്ടായിട്ട് അവർ പെട്ടിരിക്കുകയാണ്. അവർ എന്താണെന്നുള്ള അഡ്വൈസ് വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ ഇത് കുറേ കഥകളാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, മണി ടോക്സിൻ്റെ ആപ്പ് ഉണ്ട്, ഈ കോഴ്സ് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് കേൾക്ക്, എന്നിട്ട് കേട്ട് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ എന്നെ വിളിക്കണ്ട, കംപ്ലീറ്റ് സൊല്യൂഷൻ അതിൻ്റെ അകത്തുണ്ട്. അതെന്ന് വെച്ചാൽ അത് ചെയ്യാൻ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. ഇതാണ് എൻ്റെ കാര്യം പറയുന്നത്. കാരണം എനിക്ക് പറയാനുള്ള അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളിലൊരു കൺട്രോളുണ്ട്. ആ കൺട്രോളിൽ ആ ഓണർഷിപ്പ് നമ്മൾ എടുക്കാത്തടത്തോളം കാലം ഇത് ശരിയാവില്ല. ചിലപ്പോൾ കടമുള്ളപ്പോൾ പല കാരണങ്ങളായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവുന്ന കാര്യം വെച്ചാൽ ഈ എപ്പോഴും നമ്മൾ ഇതിലൊക്കെ ഏതൊരു ജാപ്പനീസ് പ്രിൻസിപ്പിളില്ലേ അതിൽ കേട്ടിട്ടുണ്ടാവും, ഈ സെക്കൻഡ് ആരോ ഇസ് എ പ്രോബ്ലം. കാരണം വെച്ചാൽ നമ്മൾക്ക് ഒരു സ്ലാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സ്ലാപ്പ് കിട്ടിയതിൽ വിഷമില്ല, ആ വേദന തീരും. പക്ഷേ എന്നെ അയാൾ അടിച്ചല്ലോ എന്നുള്ളൊരു വേദനയില്ലേ, ആ സെക്കൻഡ് ആരോണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ കട ഉള്ളത് നമുക്ക് പ്രശ്നമില്ല, ആ കട ഇങ്ങനെ വന്നു എന്നുള്ളൊരു വിഷമുണ്ടല്ലോ, അത് വലിയ പ്രശ്നം.
അപ്പോൾ ഈ കടത്തിൻ്റെ എല്ലാത്തിൻ്റെയും പ്രശ്നം അതാണ്. കാരണം വെച്ചാൽ എനിക്ക് കടമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആ കടം വന്ന ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കും. പക്ഷേ എനിക്ക് എങ്ങനെ കടം വന്നു അതിൻ്റെ കാരണത്തെ കുറിച്ച് നമ്മൾ വിഷമിച്ച് നമുക്കൊരു അതിലൊരു സൊല്യൂഷൻ കൊണ്ടുവരാനോ മൈൻഡ് കൊണ്ടുവരാനോ പറ്റത്തില്ല. ഇപ്പോൾ ഹോം ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലും വലിയൊരു എമൗണ്ട് എടുക്കും. എടുക്കുന്ന സമയത്ത് നമ്മൾ ആ വീട് പണി തീർക്കണമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിന് മുകളിൽ ആ എമൗണ്ട് നമുക്കൊരു വിഷയം ഉണ്ടാവില്ല. പക്ഷേ എടുത്ത് നമുക്കൊരു 4-5 അടവായി കഴിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? അത് വലിയൊരു പ്രശ്നം. ഹോം ലോണൊക്കെ ചില ടൈമിൽ നമുക്കൊരു ഇപ്പോൾ നേരത്തെ EMI ചോദിച്ചപ്പോൾ 80% EMI ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ല. അതിൽ നമ്മൾ എപ്പോഴും വേണ്ട കാര്യം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഏത് ലോൺ എടുക്കുകയാണെങ്കിൽ ഒരു 10-25% നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള കഴിവുണ്ടാവണം. അല്ലാതെ 100% EMIക്ക് പോകരുത്. ഇപ്പോൾ ചില ആൾക്കാർ വീട് എടുക്കുമ്പോൾ പറ്റിപ്പോണെന്ന് വെച്ചാൽ ഡൗൺ പേയ്മെൻറ്റിന് ഗോൾഡ് ലോൺ എടുക്കും, കുറി വിളിക്കും. അപ്പോൾ 2 ലോണാണ്, എന്നിട്ട് ബാക്കി 75% ലോൺ എടുക്കും. അപ്പോൾ അതിനകത്ത് 100% ലോണിലാണ് ഈ സാധനം എടുക്കുന്നത്. ഇറ്റ്സ് എ ബിഗ് മെസ് അല്ലേ? ഇനി നമ്മുടെ ഇൻകത്തിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 25% EMI നിർത്തണം. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ സാലറി 100% കട്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അല്ലെങ്കിൽ നമ്മുടെ സാലറി 60% കട്ടായി എങ്ങനെ ജീവിക്കും എന്ന് വെച്ചാൽ 60% EMI സെയിം അല്ലേ? ശരിക്കും അതാണ് എല്ലാവരും പ്രശ്നം. അവിടെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയുന്നില്ല. അല്ല, അത് നമുക്ക് ഇത്രയേ ഉള്ളൂ, കൈ കാശില്ലാത്ത സാധനം ആഗ്രഹിക്കരുത്. ദാറ്റ്സ് ഓൾ. 10,000 രൂപ സാലറി എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫോൺ എക്സ്ട്രാ എടുക്കണം എന്നുള്ള ആ രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ എക്കണോമിയെ ലിവറേജ് എക്കണോമി ആയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഒന്നായാലും നമ്മളിട്ട് കുതിപ്പിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ മൊത്തം, സോഷ്യൽ മീഡിയയും എല്ലാവരുമായിട്ട്. ഇപ്പം എനിക്ക് പണ്ടൊരിക്കൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പയ്യൻ, ആൾ പുറത്തു പോയി. അപ്പോൾ ആൾ പുറത്തു പോയിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു ഭയങ്കര പണിയാണ്, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ, ഒരു ഓഫീസിൽ ബ്രേക്ക് എടുക്കാൻ പോലുള്ളൊരു സ്വാതന്ത്ര്യമില്ല. പിന്നെ അവിടെയാണെന്നുണ്ടെങ്കിൽ ജീവിക്കാനുള്ള കാശ് പോലില്ല. എന്നിട്ട് ഇവർ ഫോട്ടോ ഇട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടൊക്കെയാണ് അവിടെ നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അവൻ്റെ കൊളീഗ്സ് നാട്ടിലിരിക്കണവർ കണ്ടിട്ട് പറഞ്ഞു ഇവൻ്റെ ജീവിതം കണ്ടോ, നന്നായിരുന്നു, അടിപൊളിയെന്ന്. അപ്പോൾ അവനോട് ചോദിച്ചാൽ അറിയാം അവൻ്റെ വേദന എന്താണെന്നുള്ളത് അവിടെ പോയിട്ട്. അപ്പോൾ നമ്മൾ ആയിരിക്കണം വെച്ചാൽ എനിക്ക് അവനെ പോലെ അവിടെ വെച്ചിട്ട് നമ്മൾ കടുകൊടുത്തിട്ട് ഈ സാധനങ്ങളെ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സാധനം ഉപയോഗിക്കണവൻ ഇതെങ്ങനെയെങ്കിലും കയ്യിൽ നിന്ന് പോകണമെന്ന് വെച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടി പറയാം. പണ്ടൊരിക്കലും ഞാൻ ഇത് എൻ്റെ ഒരു ഫ്രണ്ട്, ശരിക്കും എൻ്റെ സെയിമിലർ ലെവൽ ശമ്പളമുള്ള ഒരാൾ. അപ്പോൾ ആൾക്ക് ഫ്ലാറ്റൊക്കെ എടുത്ത് സെറ്റപ്പായി ബാംഗ്ലൂർ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഭയങ്കര അവനെ കണ്ടു പഠിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും ഫ്ലാറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ചേട്ടാ ഈ പണിക്ക് നിൽക്കല്ലേ, ഞാൻ ഈ സാധനം എങ്ങനെയെങ്കിലും വിറ്റ് രക്ഷപ്പെടാൻ നോക്കിയിട്ട് റെൻറ്റിന് ജീവിക്ക്, മനസ്സമാനം കിട്ടും. കാരണം വെച്ചാൽ റെൻറ്റിനാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു അന്നൊക്കെയാണെങ്കിൽ 10,000 രൂപയ്ക്ക് റെൻറ്റിന് കിട്ടുമായിരുന്നു ബാംഗ്ലൂർ. EMI ആണെങ്കിൽ 25,000-30,000 കൊടുക്കണം. അപ്പോൾ 10,000 രൂപയ്ക്ക് ബാക്കി 15,000 രൂപ കയ്യിലിരിക്കുമല്ലോ. ഇത് നമ്മൾ EMI എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമെന്താ, നമ്മുടെ റെൻറ്റ് 10,000 രൂപയുടെ റെൻറ്റ് 25,000 രൂപയുടെ കൂടെയാണ്. നമ്മളായിരിക്കണം നമ്മുടെ ഓണല്ലേ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ കയ്യിൽ ഇൻകം വന്നില്ലെങ്കിൽ എന്ത് കാര്യമുണ്ട്? അപ്പോൾ ഇതൊക്കെ എപ്പോഴൊന്നും സൂക്ഷിച്ച് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ. ഇപ്പം നമ്മുടെ 20% നമ്മുടെ ഇപ്പം സാലറിയിൽ നിന്നുള്ള 20% സേവ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. നമുക്കത് എങ്ങനെയൊക്കെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ സേവ് ചെയ്യാം? അത് പല രീതിയിൽ. ഫസ്റ്റ് തന്നെ ഉണ്ടാക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് എന്നും ഇതൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞു കേട്ട് ആൾക്കാരും പഠിത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അറിയാത്ത ആൾക്കാരാണ് കൂടുതൽ. ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എല്ലാവരും കേൾക്കുന്നുണ്ട്, പക്ഷേ എത്ര പേര് ചെയ്തു എന്നുള്ള എൻ്റെ ക്വസ്റ്റ്യൻ. അതെ, അതാണ് പ്രശ്നം. പലർക്കും ആ 20% സേവ് ചെയ്യാൻ പറ്റാത്തതാണ് ഇതിലേക്ക് പോവാത്തത്. അപ്പോൾ ഇതിൽ 20% ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്, സേവ് ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ പക്ഷേ ആദ്യം തന്നെ ഫസ്റ്റിൻ്റെ കാര്യം വെച്ചാൽ നമ്മുടെ മാസത്തെ ചിലവ് എത്ര നമുക്ക് അറിഞ്ഞിരിക്കണം. ആ പൈസ അറ്റ്ലീസ്റ്റ് ഒട്ടുമില്ലാത്തതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തെ സേവ് ചെയ്യാൻ ഫസ്റ്റ് ശ്രമിക്കുക. എന്നിട്ട് അതൊരു 3 മാസത്തേക്കുള്ള സേവ് ചെയ്യാനായിട്ട് ചെയ്യുക. 3 മാസം സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ജോലി പോയി കഴിഞ്ഞാൽ 3 മാസം ജീവിക്കാനുള്ള പൈസ അവിടെ ഉണ്ടാവും. അതാണ് ഫസ്റ്റത്തെ കാര്യം. ഇൻവെസ്റ്റ് ചെയ്യൊന്നും വേണ്ട. കാരണം വെച്ചാൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പോയിട്ട് എനിക്ക് ചില NRIസിനെ കാണാറുണ്ട്, കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നുമില്ലാന്നുണ്ടെങ്കിൽ 1 വർഷത്തേക്കുള്ള ലോക്ക് FDയിലായിരിക്കും ഇട്ടേക്കുന്നത്. ചില ആൾക്കാർ ഏതെങ്കിലും ഇൻഷുറൻസ് പ്രൊഡക്റ്റിലായിരിക്കും ഇട്ടേക്കുന്നത്. 5 വർഷം അല്ലെങ്കിൽ 15 വർഷമൊക്കെ ലോക്കിനുള്ള പ്രൊഡക്റ്റിലായിരിക്കും. അപ്പോൾ അതിനകത്ത് അവർക്ക് ജോലി പോയി കഴിഞ്ഞാൽ 10 പൈസ കയ്യിലുണ്ട് അവരെടുക്കാൻ. പിന്നെ FD പൊട്ടിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ ഹൈലി ലിക്വിഡായിട്ട് നമ്മൾ പൈസ ഒരു 3 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് ഓരോരുത്തരുടെ ജോലി അനുസരിച്ച്. ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്കാർക്കാണെങ്കിൽ 3 മാസത്തേക്ക് മതി, കാരണം അവരുടെ ജോലിയൊന്നും പോകാൻ ചാൻസ് ഇല്ല.
ഇനി പ്രൈവറ്റ് ജോലിക്കാരാണെങ്കിൽ 6 മാസം വേണം, ബിസിനസ്സുകാരാണെങ്കിൽ മിനിമം 12 മാസം വേണം, NRI ആണെങ്കിൽ 12 മാസമാണ്. കാരണം ഒട്ടുമിക്ക NRIസിൻ്റെ പേടി എന്ന് ജോലി പോകുന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും ജോലിയുടെ റിസ്ക് അനുസരിച്ചിട്ട് നമ്മുടെ മാസത്തെ ചിലവ് എത്രയാണോ അത് എത്ര നാളത്തേക്കാണെന്ന് വെച്ചാൽ മാറ്റി വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പൈസ എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എപ്പോഴും പറയാറുള്ള ലോങ്ങർ ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ തന്നെ നമ്മൾ മനസ്സിലാക്കുക എനിക്ക് ഷോർട്ടർ ടൈമിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരണേക്കാളും മുന്നേ ഒരു ക്ലയൻറ്റ് വന്നപ്പോൾ സംസാരിച്ചാണ്, അവരുടെ മൂത്ത മോള് ഇപ്പോൾ എൻട്രൻസ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും മിക്കവാറും അടുത്ത പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ പ്രൈവറ്റായിട്ട് ആ കുട്ടീനെ MBBS വിടണം. അപ്പോൾ ആളുടെ അടുത്ത് ഇപ്പോൾ നല്ല കാശിരിപ്പുണ്ട്, പക്ഷേ ആളുടെ പറഞ്ഞിട്ട് ആ കാശ് മൊത്തം പിടിച്ചിട്ട് നമുക്ക് ഏതിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അത് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള എപ്പോഴും എടുക്കാവുന്ന പൈസ ഡീപ്പ് പോകാത്ത സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഗോൾഡിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലോ എപ്പോഴാണെങ്കിലും എടുക്കാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ വെറുതെ വെച്ചുകൊണ്ടിരിക്കുക. അതാണ് ആ കാശ് വേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും റിട്ടയർമെൻറ്റ് എടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഗോൾ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾക്കിപ്പോൾ 40 വയസ്സുള്ളൂ 30 വയസ്സുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ ഇറ്റ്സ് ഈസി ബിസിനസ്. കാരണം ഇത്രയേ ഉള്ളൂ, നമുക്ക് എത്ര നാളാണ് സിമ്പിൾ മാക്സ് അല്ലേ, നമുക്കിപ്പോൾ ജീവിക്കാൻ എത്ര രൂപ വേണം? അത് എല്ലാ 10 വർഷത്തിലും ഡബിളായിക്കൊണ്ടിരിക്കുക. അതെ അതെ. അപ്പോൾ നമ്മൾ അടുത്ത 10 വർഷത്തിൽ റിട്ടയർമെൻറ്റ് എടുക്കണമെങ്കിൽ ഇന്നത്തെ മന്ത്ലി എക്സ്പെൻസ് എത്രയാണ് അതിൻ്റെ ഡബിളാണ് നമുക്ക് വേണ്ടത്. അതെ. അപ്പോൾ ഇന്ന് 50,000 വേണ്ട ആൾക്കാണെങ്കിൽ 1 ലക്ഷം വേണം 10 വർഷം കഴിഞ്ഞാൽ. ഇനി 20 വർഷം കഴിഞ്ഞാൽ ഈ 1 ലക്ഷത്തിൻ്റെ ഡബിളാണ് 2 ലക്ഷം വേണം. 2 ലക്ഷം വേണം. അപ്പോൾ 2 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 12 മാസം എത്രയാണ് വേണ്ടത്? 24 ലക്ഷം വേണം. 24 ലക്ഷത്തിൻ്റെ ഇൻറ്റു 25 മിനിമം, അതാണ് നമ്മുടെ അടുത്ത് വേണ്ട കോർപ്പസ്. സാർ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ വണ്ടർ അടിച്ചിരിക്കുക, ഫുൾ പ്ലാനിങ് ആവണല്ലോ എന്നുള്ളത്. അല്ല, 2 ലക്ഷം എന്ന് പറഞ്ഞാൽ സിമ്പിൾ മാക്സ് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 6 കോടി വേണം. സാധാരണ ആൾക്കാർ ഇത് കേൾക്കുന്ന സമയത്ത് ആൾക്കാർ വണ്ടർ അടിക്കും ഇങ്ങനെ കേൾക്കുമ്പോഴേ, അയ്യോ ഇങ്ങനെയൊക്കെയാണോ സംഭവം? അല്ല, അത് വേണമല്ലോ, അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ ഓഫീസിൽ എല്ലാവരോടും പറയും, ഇവിടെ നമ്മുടെ ഓഫീസിൽ വിളിക്കുന്ന സമയത്ത് ചില ടൈമിൽ അയാൾ ഇവിടെ ഏതൊരു വീഡിയോ കണ്ടിട്ട് ആൾ ഓഫീസിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങേർക്കൊരു ഹോപ്പുണ്ട് ഞാനൊന്നില്ലെങ്കിൽ രക്ഷപ്പെടും എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ക്ലയൻസിന് പോലും ചിലപ്പോൾ ഇത് സത്യമാണ്, ഇത് ഫേസ് ചെയ്തേ പറ്റൂ. അത് പല ആൾക്കാരും ഫേസ് ചെയ്യാണ്ടിരിക്കുകയാണ്. നമ്മൾ ചില ടൈമിൽ നമ്മൾ ചില ആൾക്കാരെ കാണാൻ മുഖത്ത് നോക്കാൻ നമുക്ക് പേടിയാവില്ലേ, അതേമാതിരി റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ കാണുമ്പോൾ ആ റിട്ടയർമെൻറ്റ് കണ്ണി നോക്കാൻ നമുക്ക് പേടിയാണ്. കാരണം അത് കണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റണം എത്ര കോർപ്പസ് നമുക്ക് വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പെൻഡാഡിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആപ്പ് ഉണ്ട്, ബോക്സ് ബൈ പെൻഡാഡ് എന്ന് പറഞ്ഞിട്ട്. അതിൽ റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. അത് ഇതേമാതിരി എല്ലാ ഗൂഗിളടിച്ചാൽ കിട്ടും. അതിൽ പോയിട്ട് നിങ്ങളുടെ ഏജും നിങ്ങളുടെ എത്രയാണെന്ന് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എത്ര രൂപ റിട്ടയർമെൻറ്റ് കോർപ്പസ് വേണമെന്നുള്ളത്. എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കും. എത്ര വയസ്സിൽ തുടങ്ങണം ശരിക്കും? എന്ന് ജോലി കിട്ടും അന്ന് തുടങ്ങി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കൊച്ചിന് ഇപ്പോഴായിട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത്തിരി പാമ്പർ ചെയ്യണ പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ല പാമ്പർ ചെയ്യണമല്ല, പാമ്പറും ചെയ്യണ്ട, നിങ്ങൾക്ക് കുട്ടിയുടെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും കുട്ടിക്ക് ചെറിയ പൈസ ഇപ്പോഴായിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അതാണ് ശരിക്കും കോമ്പൗണ്ടിങ് ഉണ്ടാവുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്നാമത്തെ വയസ്സിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു 20 വയസ്സ് വരെ അല്ലെങ്കിൽ 21 വയസ്സ് വരെ ജോലി കിട്ടണവരെ നിങ്ങൾ മാസം മാസം ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ കുട്ടീനോട് പറഞ്ഞിട്ടുള്ളൂ, നിനക്ക് എത്ര ശമ്പളം കിട്ടുന്നോ അതിൻ്റെ പകുതി പൈസ നീ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഈ സാധനം ആ കുട്ടി ഒരു 50-ാമത്തെ വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം 100 കോടിയാവും. ഇനി 50 വർഷം കഴിഞ്ഞിട്ട് 100 കോടിയുടെ ഇൻഫ്ലേഷൻ വെച്ചിട്ട് കാൽക്കുലേഷൻ അതൊന്നും ഇവിടെ പറയണ്ട. ഇതല്ല, നിങ്ങൾ 100 കോടിയല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ കുട്ടിക്ക് മാസം കിട്ടുന്ന പൈസ സേവ് ചെയ്യണം എന്നുള്ള ഒരു ഡിസിപ്ലിനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും നമ്മുടെ അധ്യാപകരൊന്നും കുറ്റം പറയില്ല. നമ്മുടെ കൊച്ചാണെങ്കിൽ അവനെ പഠിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവളെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് ഈ സാധനം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ 50 വർഷം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ലോങ് പീരീഡാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടവേളകളിലൊക്കെ മനുഷ്യന്മാരാണ് ഇടയ്ക്കിടയ്ക്ക് ഈ വേണോ ഒന്ന് സ്റ്റോപ്പ് ചെയ്താലോ കുറേ ആയില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടേ. അപ്പോൾ അതൊക്കെ ചിന്തിക്കാതിരിക്കാൻ ഇതൊരു പ്രോസസ്സായിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട്
ആ ചിന്ത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അല്ല, അത് സത്യം പറഞ്ഞാലേ നമ്മൾ ഇങ്ങനത്തെ മന്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ശീലം പഠിപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കുഞ്ഞിലെ തന്നെ കുട്ടികളെ ഒന്ന് കളിക്കാനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഡെയിലി എക്സസൈസ് ചെയ്യണത് ഒരു ശീലമായി മാറും. ഇത് തന്നെയാണ് മനസ്സിലായി. ഇത് മന്തിൽ ഇത് എൻ്റെ ഒരു ശീലമാണെന്ന് പിള്ളേർ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മാറില്ല. അതിലും മാറണമെങ്കിൽ പിന്നെ നമുക്ക് ആ കുട്ടി ലൈഫിൽ തന്നെ ലെസൺ പഠിച്ചിട്ട് പഠിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് പഠിപ്പിക്കാന്നേ ഉള്ളൂ. നമുക്ക് ഒരു എന്താ പറയുക, ഒന്ന് മാർഗം കാണിക്കാന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ സാധാരണ കേസിൽ ഒരു പരിധി വരെയും നമ്മുടെ എല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ സ്ട്രോങ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരേ കാര്യങ്ങളുണ്ട്, അത് വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. അത് മിക്കവാറും മാറില്ല. അത് ബേസിക് സ്വഭാവമാണ് നമ്മുടേത്. അതിൽ പെട്ടൊരു സാധനമായി മാറും ഇങ്ങനെയൊക്കെ നമ്മൾ പിള്ളേരെ പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ.